എച്ചുമുക്കുട്ടിയുടെ ട്രോമ പോലെയെന്ന് എച്ചുമുക്കുട്ടി ജീവിച്ചതുപോലെ ഒന്ന് ജീവിച്ചു നോക്കണം. കാലത്ത് ഈ ഐഡിയൽ ലൈഫ് ജീവിക്കാനുള്ള ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഐഡിയൽ വുമൺ. അച്ഛനുണ്ടായിരുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് 3 മക്കൾക്കും ഒരു ഡോക്ടറുടെ മക്കളാവാനുള്ള യോഗ്യതയില്ല. അമ്മയെ ഉപദ്രവിക്കുക എന്നുള്ളതായി അച്ഛൻ്റെ ഒരു പ്രധാന സന്തോഷം. അച്ഛൻ മരിച്ചപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ സമാധാനം ഇനി എൻ്റെ അമ്മയെ ആരും അടിക്കില്ലല്ലോ എന്നുള്ളതായിരുന്നു. അമ്മ പലപ്പോഴും കരഞ്ഞിട്ടുള്ള ശബ്ദമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എൻ്റെ തലേന്ന് ഒരു കാലത്തും പോവില്ല. വറച്ചട്ടിയിൽ നിന്ന് എരിതീയിലേക്ക്. ഹിമാലയമാണെന്ന് വിചാരിച്ചതാണ്, മണൽക്കുന്ന് ഇടിഞ്ഞ് പരന്ന് കിടക്കുന്നു. അവിടുന്ന് യശ്മ ഇറങ്ങി. അത് അങ്ങനെ ഒരു തീരുമാനം എടുത്ത ദിവസം ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ഇറങ്ങിയത്. അതൊരു പ്രോസസ് തന്നെ ആയിരിക്കും. അതെ, പൊതുവെ സ്ത്രീകൾ അങ്ങനെയാണെന്ന് പറയും. കാരണം ആദ്യം ഒന്ന് ഡിറ്റാച്ച്ഡ് ആയി ഉള്ളിൽ അങ്ങനെ നമ്മൾ അത് ഒരു രീതിയിലും ഇപ്പോൾ സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് വെറുപ്പല്ല, എപ്പത്തിയാണ്. അതായത് ഒരു ഇൻഡിഫറൻസ് ആണെന്ന് പറയാം. അപ്പൊ ആ മോഡിലേക്ക് ഒറ്റ ദിവസം കൊണ്ടല്ല സ്ത്രീകൾ എത്തപ്പെടില്ല. ഇൻഡിഫറൻസിലേക്ക് ഞാൻ എത്താൻ എന്തായാലും വർഷങ്ങളെടുത്തു. ഓക്കെ, 5 വർഷം തികഞ്ഞില്ല, പക്ഷെ അത്രയും സമയം എടുത്തു. ഈ അയ്യപ്പന്റെ ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടും പിന്നെയും ഒരു വർഷത്തിന് മേലെ നിന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അയ്യപ്പൻ ഏറ്റവും അവസാനം വന്ന്, അതായത് ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷവും അയ്യപ്പൻ ഈ വീട് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിനടുത്തുള്ള ജയതവനം എന്ന് പറയുന്ന ആ വീട് പണിയുമ്പോൾ അല്ല, അത് പണിത് ഞങ്ങളതിൽ താമസം തുടങ്ങിയതിന് ശേഷമാണ് അയ്യപ്പൻ ഒരു ദിവസം നട്ടുച്ചയ്ക്ക് വന്ന് കയറിയപ്പം ഞാൻ അടുക്കളയിൽ ഇരുന്ന് നാളികേരം ചരുകയാണ്. അപ്പോൾ സാരി ഇത്തിരി ഉയർത്തി വെച്ചിരുന്നു. ഇയാൾ വന്നിട്ട് എൻ്റെ തൊടയിൽ ഇങ്ങനെ മാന്താണ്, അയാളുടെ വൃത്തികെട്ട കൈ വെച്ചിട്ട്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തേങ്ങാമുറി കൊണ്ട് അയാളുടെ മണ്ടയിൽ ഒരു അടി വെച്ചു കൊടുത്തു. ഞാൻ ഈ ഇൻസിഡൻറ്റ് പറയുമ്പോഴൊക്കെ നമ്മുടെ ആൾക്കാർ എന്നോട് ചോദിക്കണ ചോദ്യമാണ്, അയ്യപ്പൻ വളരെ ഫ്രെയിലായിട്ടൊരു മനുഷ്യനല്ലേ, അയാളെ ഒരു ചവിട്ട് കൊടുക്കായിരുന്നില്ലേ, അയാളെ ഉന്തിയിടായിരുന്നില്ലേ, അയാളെ ചെരവെടുത്തടിക്കാമായിരുന്നില്ലേ? ഈ ആൾക്കാർ ഒരാൾ പോലും പറയണില്ല അയാൾ ചെയ്തത് തെമ്മാടിത്തരമാണെന്ന്. പരാതി പറയുന്ന ആളുടെയാണ് പ്രശ്നം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു. പരാതിക്ക് ഇടയാക്കിയ ആൾക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന ഈ അനധികാര ലോകത്തിന്റെ വ്യവസ്ഥകൾ ഉണ്ടല്ലോ, അതിനോട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. പരാതിക്ക് ഇടയാക്കരുത്. അയാളെ ഞാൻ അന്ന് ഇതുകൊണ്ട് നാളികേരത്തിൻ്റെ ഒരു മുറി നാളികേരം കൊണ്ട് അയാളുടെ തലയിൽ അടിച്ചു. അപ്പം ഞാൻ അനുഭവിക്കേണ്ടി വന്നത് എന്താ? ഇപ്പം വിജി തമ്പി അകത്ത് വന്നിട്ട് ഞാൻ തേങ്ങ ചിരകി വെച്ചിരുന്ന ആ പാത്രം എടുത്ത് എൻ്റെ തലയ്ക്ക് അടിക്കുകയാണ് ചെയ്തത്. അത് ഞാൻ അയ്യപ്പനോട് മോശമായിട്ട് പെരുമാറിയിരുന്നു. സത്യത്തിൽ അന്നാണ് ഞാൻ തീരുമാനിക്കണേ, ഞാൻ ഇനി ഈ മനുഷ്യൻ്റെ കൂടെ താമസിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, ഇറങ്ങണം ഇവിടെ നിന്ന് എന്ന് ഞാൻ തീരുമാനിച്ച ദിവസം അതാണ്. നമ്മൾ ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാർ ഒരിക്കലും ഈ മാനസികപരമായിട്ട് നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയെപ്പറ്റി കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ നോർമലി ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്യും, നിങ്ങൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുക. ആസ് ഇഫ് പ്ലാൻഡ് ആയിട്ടൊരു പരിപാടി നടക്കണ പോലെയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യായിരുന്നില്ലേ? അതേപോലെ ഇപ്പോൾ ഇത്രയും വ്യക്തികളുണ്ടെങ്കിൽ അത്രയും പേരുടെ ട്രോമ റെസ്പോൺസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇത്തരം ഒരു കൺസിഡറേഷനും നമുക്കില്ല. ഒരാളോട് ചോദിക്കുമ്പോൾ, പെൺകുട്ടികളോടാണെങ്കിലും സ്ത്രീകളോടാണെങ്കിലും, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല? എല്ലാവരും നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഫ്രെയിം വർക്കിൽ നിന്നൊരു ട്രോമയോട് റെസ്പോണ്ട് ചെയ്യണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സമൂഹം പ്രതീക്ഷിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പം യശ്മ പറഞ്ഞൊരു സാധനം. എല്ലാവരും ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് അന്ന് മാത്രമല്ല, ഇപ്പൊ ഇന്നലെ ആത്മഹത്യ ചെയ്ത ഒരു സ്ത്രീ, അവരെ കള്ളിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സ്ത്രീ ഇന്നലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോഴും എല്ലാവരുടെയും ചോദ്യം, അവർ കള്ളിയല്ല എന്ന് തെളിയിക്കാമായിരുന്നില്ലേ? അവരെന്തിനാ മരിച്ചത്? അവരുടെ ഭർത്താവിന് അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല, അയാൾക്ക് മനസ്സിലാകുന്നത് വരെ അവർക്ക് വിശദീകരിക്കാമായിരുന്നില്ലേ?
ഇതൊക്കെ ഭയങ്കര എളുപ്പാ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ. അതാ എല്ലാവരും തെളിയിക്കാനും പ്രൂവ് ചെയ്യാനും നടക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതെ, എന്നുവെച്ചാൽ എല്ലാവരും പ്രൂഫ് കൊണ്ടുവരണം. എവിടെ പ്രൂഫ്, എവിടെ എന്താണ് നിങ്ങൾ പറയുന്ന പോയിന്റ്, നിങ്ങൾ എന്തുകൊണ്ട് ഫൈറ്റ് ചെയ്തില്ല? ഇതേ കാര്യം ആ ബസ്സില് ആ പെൺകുട്ടി ഗ്രോപ്പ് ചെയ്ത മനുഷ്യന്റെ കാര്യം വന്നപ്പോൾ ആളുകളെല്ലാവരും ആ പെൺകുട്ടിയാണ് കള്ളി എന്ന് വളരെ വ്യക്തമായിട്ട്, അതായത് അതില് നമ്മുടെ പുതുതലമുറ എഴുത്തുകാരികൾ മുതൽ എല്ലാവരും അങ്ങനെയാണ്, അയാളുടെ ഭാഗത്താണ്. കാരണം അയാൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ലക്ഷണമാണ്. ഇവിടെ ഇവര് ആത്മഹത്യ ചെയ്തപ്പോ അവര് കള്ളിയാണ് എന്നുള്ളതിന്റെ, കള്ളിയല്ല എന്നുള്ളതിന്റെ പ്രൂഫായിട്ട് ആർക്കും അത് എടുക്കാനും വയ്യ. അതാണ് ഈ ആണധികാര ലോകം, ആണധികാര ലോകത്തിന്റെ തിന്മ അങ്ങനെയാണ് കൂടി ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ഇൻസിഡന്റ് ഒക്കെ അത് ഫേക്ക് ആണെന്ന് വരട്ടെ, ഫേക്ക് വന്നു, അതുകൊണ്ട് മാത്രം നമ്മൾ 99% റദ്ദ് ചെയ്യാണ് റിയൽ കേസുകൾ. കാരണം റിയൽ കേസുകളെ നമ്മൾ പിന്നെ പരിഗണിക്കുന്നേ ഇല്ല, എല്ലാം അങ്ങനെ ആവാം. അതെ, പിന്നെ പറയാണ് ഒരു പെൺകുട്ടി അങ്ങനെ, അത് ഇനിയിപ്പോ വാദത്തിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടി ആ മനുഷ്യനെ പറ്റിച്ചതാണെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിലും ഒരു പെണ്ണ് അങ്ങനെ ചെയ്തത് കൊണ്ട് ബാക്കി എല്ലാ പെണ്ണുങ്ങളുടെ അനുഭവവും അങ്ങനെ കള്ളമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും ഭയങ്കര ഉത്കണ്ഠയോടുകൂടി പറയാണ് അങ്ങനെ ഒരു പെണ്ണ് ചെയ്തത് കൊണ്ട് ഇനി പെണ്ണുങ്ങൾ സത്യമായിട്ട് പരാതി പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. വൈ? അതിൻ്റെ ഒരു കാര്യം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഒരു പുരുഷൻ ഭാര്യ അടിക്കുന്നവനാണ്, അതുകൊണ്ട് എല്ലാ പുരുഷന്മാരും ഭാര്യമാരെ അടിക്കുന്നവരാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്ന് എപ്പോഴും പറഞ്ഞു പഠിപ്പിക്കും. അപ്പൊ ഇപ്പുറത്ത് മാത്രം എന്താ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാത്തെ? അതൊരു ഭയങ്കര തന്നെ ഡീപ് കോൺവെർസേഷൻ. അണധികാര തിന്മയുടെ ലോകമാണിത്. അതുകൊണ്ടാണ് അണധികാര തിന്മയുടെ നിയമങ്ങൾ അങ്ങനെയാണ്, ആ ലോകം അങ്ങനെയാണ്, ആ ലോകത്തിന്റെ നിയമങ്ങൾ അങ്ങനെയാണ്. അല്ല, അത് അത്ര ഉറപ്പോടെ യശ്മുന് പറയാൻ പറ്റും. തന്തവൽക്കരിക്കപ്പെട്ട ലോകം. തീർച്ചയായിട്ടും പറഞ്ഞല്ലോ. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ഞാൻ ഈ ഷോയുടെ പേര് തന്നെ, ഈ പോഡ്കാസ്റ്റിന്റെ പേര് തന്നെ അൺഅപ്പോളജറ്റിക് എന്നാണ്. അതായത് അൺഅപ്പോളജറ്റിക് ആയിട്ട് യശ്മുനെ പറഞ്ഞല്ലോ, ഇതിന് പുറത്തു വന്ന് ഇപ്പൊ യശ്മു ജീവിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ 90% സ്ത്രീകൾക്കും പറ്റണമെന്നില്ല. അത്രയും ഇപ്പൊ യശ്മു പറഞ്ഞത് വളരെ കുറച്ച് എപ്പിസോഡുകൾ മാത്രമാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ യശ്മുനെ വായിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇനിയും എത്രയോ ദാരുണമായ സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് യശ്മു പിന്നെ ഒരു പുരുഷനെ വിശ്വസിക്കുന്നുണ്ട്, പിന്നെയും സ്നേഹിക്കാൻ തയ്യാറാവുന്നുണ്ട്. ആ ഒരു സ്ട്രെങ്ത് എന്ന് ഞാൻ അതിനെ വിളിക്കും. ആ ഒരു കറേജ് എന്ന് അങ്ങനെ തന്നെ എനിക്കതിനെ പറയാൻ പറ്റുള്ളൂ. കാരണം അതൊരു കറേജാണ്, അതൊരു ചോയ്സ് ആണല്ലോ. ഇനിയും ഒരു പുരുഷനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റും. കാരണം ഈ പറഞ്ഞ പോലെയാണ്, നമ്മൾ അടച്ചപ്പോഴും പറയുന്നില്ല എല്ലാ ആണുങ്ങളും മോശമാണെന്ന്. ഇത്രയും അനുഭവിച്ചിട്ടും യശ്മു അത് പറയുന്നില്ല. അവിടുന്ന് യശ്മുവിനെയും സഹായിക്കാൻ ഒരാണ് തന്നെ വരുന്നുണ്ട്. യശ്മു ഇന്നെയും ഒരാളെ വിശ്വസിക്കുന്നുണ്ട്. ആ ജേണി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അച്ഛൻ്റെ തിന്മകൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ പുസ്തകമൊക്കെ എടുത്ത് വലിച്ചെറിയുക. കാര്യം അദ്ദേഹം ഭയങ്കര വായനക്കാരനാണ്. അച്ഛൻ വായിക്കാത്ത പുസ്തകങ്ങളില്ല. ലോകത്തിലെ ഏത് സബ്ജക്റ്റിനെ കുറിച്ചും അച്ഛനോട് സംസാരിക്കാം. 10 മിനിറ്റ് നേരം ഏത് സബ്ജക്റ്റിനെ കുറിച്ചും സംസാരിക്കാനുള്ള കഴിവ് അച്ഛന് വെറുതെ ഉണ്ട്, ഓഫ് ഹാൻഡ് ആയിട്ടുണ്ട്. ഹി ക്യാൻ സ്പീക്ക്. അത് അച്ഛൻ നല്ല മൂഡിലാണെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് സംസാരിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള അച്ഛൻ പുസ്തകം വലിച്ചെറിയുന്നു, പക്ഷെ പുസ്തകങ്ങൾ കീറുന്നു. ദേഷ്യം ആയി കഴിയുമ്പോൾ എന്തും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വേറൊരു വ്യക്തിയെ കാണുന്നത് പുസ്തകം എങ്ങനെ എടുക്കുന്നു, ഇപ്പോൾ വളരെ ആദരവോടുകൂടി പുസ്തകം എടുക്കുന്നു. അപ്പം ആ ഒരു ഷാർപ്പ് ഡിഫറൻസാണ് ഞാനിങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിജി തമ്പി പുസ്തകം എടുക്കുന്നത് ഒരു കുട്ടി എടുക്കുന്നത് പോലെയാണ്. അപ്പം എൻ്റെ വിചാരം സോഫ്റ്റ്നെസ് ഉണ്ട്, അങ്ങനെയാണ് ആ പെരുമാറ്റം എന്നാണ്. പിന്നെയാണ് നമ്മൾ അറിയുന്നത് അതൊക്കെ പുറമേക്കാണ്. അതായത് ഇപ്പോൾ ക്ലാസ്സിൽ വരുമ്പോൾ അങ്ങനെ എടുക്കുന്നു,
പക്ഷെ ക്ലാസ്സിലുള്ള ആളല്ല വീട്ടില് വേറെ ആളാണ്. പുറമേക്ക് ഇടതുപക്ഷത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആള് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുരിശ് ഇങ്ങനെ വരച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. പള്ളി വീട് വെഞ്ചരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത് ഞാൻ ക്രിസ്ത്യാനി ആവാത്തത് കൊണ്ടാണ്. അപ്പോ തകർന്നു പോവാണ് ആ മനുഷ്യൻ, വീട് വെഞ്ചരിക്കപ്പെടാത്തത് കൊണ്ട്. എന്ന് പറഞ്ഞാല് ആ ഇടതുപക്ഷ വിശ്വാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന ആ സംഭവങ്ങളൊക്കെ വെറുതെയാണ്, അതൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ഞാന് എന്താ പറയുന്ന കണ്ണൻ എന്ന് പറയുന്ന R.D. പത്മകുമാർ എന്ന് പറയുന്ന വീടുണ്ടാക്കിയ ആർക്കിടെക്റ്റിനെ പരിചയപ്പെടുമ്പോൾ എനിക്ക് അയാളെ ഒരു വിശ്വാസവും ഇല്ല. അയാൾ ആദ്യം തന്നെ എന്നോട് പറയാണ്, നിങ്ങളുടെ പേര് കല എന്നാണല്ലേ? അപ്പോൾ അതെ, എൻ്റെ അനിയത്തിയുടെ പേരും കല എന്നാണ്. അപ്പം അങ്ങനെ ഒരു അടുപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അപ്പോഴേ പേടിച്ചു, ഇയാൾക്ക് അടുപ്പം തോന്നുന്നുണ്ടോ, ഇയാൾക്ക് എന്തിനാ എന്നോട് അടുപ്പം തോന്നണേ? അപ്പോൾ ഞാൻ വിചാരിച്ചു സൂക്ഷിക്കണം. അതെ, നമുക്ക് ആദ്യം അതാണല്ലോ. അതെ, നമ്മൾ സൂക്ഷിക്കണമല്ലോ. അല്ലേ, പൊതുവെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മളാണല്ലോ. അതെ, വീട് പണിയുടെ ചുമതല മുഴുവൻ എൻ്റെ തലയിലാണ്. വിജിത്തമ്പി MPhil ചെയ്യാൻ തിരുവനന്തപുരത്തേക്ക് പോയി. അപ്പൊ അങ്ങേറ്റം ഹോസ്റ്റൈലായ അങ്ങേരുടെ തറവാട് വീടിന്റെ തൊട്ടപ്പുറത്താണ് ഈ വീട് വെക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു സഹായവും കിട്ടരുത് എന്ന് അവിടെയുള്ളവരെല്ലാവരും തീരുമാനിച്ചിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും. ഒരു ട്യൂബിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് പോലും ഭയങ്കര പ്രശ്നമാണ്. അപ്പോ ഞാന് സൂക്ഷിക്കണം. അതെ, അപ്പൊ ഞാൻ പിന്നെ അതെ, അപ്പൊ ഞാൻ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനും വിജിത്തമ്പിയും തമ്മിലുള്ള സ്നേഹം, ഞങ്ങളുടെ അടുപ്പം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ മനുഷ്യനോട് പ്രസംഗിക്കുക. സൗകര്യം കിട്ടുമ്പോഴൊക്കെ തൻ്റെ അടുപ്പം എന്നോട് കാണിക്കാൻ. അതെ അതെ. അപ്പൊ പെങ്ങളുടെ ഒരു പെങ്ങളുടെ പേര് കല എന്നാണ്, എൻ്റെ പേരും കല എന്നാണ്. അപ്പൊ അങ്ങനെയാണ്, അങ്ങനെ അയാള് കാണുകയും വേണ്ട, അയാൾ മിണ്ടുകയും വേണ്ട. അപ്പോ ഞാനിങ്ങനെ ഈ കഥകളൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അടുപ്പം, ഞങ്ങളുടെ സ്നേഹം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം എനിക്ക് ആ സൈറ്റിൽ വളരെ രൂക്ഷമായൊരു അനുഭവം ഉണ്ടായി. അവിടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയെ അവരുടെ ഭർത്താവ് അവിടെ വന്ന് അടിച്ചു. അപ്പോൾ അടിച്ചപ്പം അവരെ പിടിച്ചു മാറ്റാൻ ചെന്നപ്പോൾ അയാളുടെ അടുത്ത അടി എൻ്റെ ഇവിടെയാണ് കൊണ്ടത്. ദൈവമേ, അയാൾ പണിയെടുത്ത് കയ്യും കാലൊക്കെ നല്ല ഇരുമ്പ് പോലത്തെ മനുഷ്യനാണ്. അയാളെ എൻ്റെ കരണത്ത് അടിച്ചു വെച്ചപ്പോൾ എനിക്ക് തലയൊക്കെ കറങ്ങുമോ, എനിക്ക് എന്തൊക്കെയുണ്ടായെന്ന് എനിക്ക് പറയാൻ പറ്റണില്ല. ഭയങ്കര പ്രശ്നമായി. പക്ഷേ അന്ന് പത്മകുമാർ എന്ന് പറയുന്ന ആർക്കിടെക്റ്റ് അയാളെ അപ്പം തന്നെ സൈറ്റിൽ നിന്ന് വെളിയിലിറക്കുകയും പിന്നീട് ഒരിക്കലും ആ ഒരു സൈറ്റിലും കയറ്റാതിരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ എനിക്ക് ഇങ്ങനെ സ്നേഹത്തിനെ കുറിച്ച് ഇയാളോട് പ്രസംഗിക്കാൻ പോയതാണ്, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം പത്മകുമാർ എന്നോട് പറഞ്ഞു, എന്നോട് സത്യം പറയണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ എന്നോട് കളവ് പറയരുത്. നിങ്ങൾ എന്നോട് കളവ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. അതെന്താണ് സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഉച്ചയ്ക്ക് അവിടെ തറവാട്ടിൽ ഉണ്ണാം എന്ന് പറഞ്ഞിരുന്നു. വീട് പണിയുന്ന കാലത്ത് ഉണ്ണാൻ പോയപ്പോൾ അവിടെ ചോറുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചമ്മി ഇറങ്ങി വന്നു. എന്നിട്ട് അവിടെ അപ്പുറത്തൊരു ചായക്കടയിൽ ചോറുണ്ണാൻ വല്ല വകുപ്പുണ്ടോ എന്ന് നോക്കി. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോഴും ഒരു നേരം ചോറുണ്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമേ ഇല്ല. അന്ന് ചെറുപ്പമാണ്, അന്ന് ചോറുണ്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിശക്കും, ഒരു രക്ഷയില്ലാത്തൊരു കാലം. അതായത് കൊച്ചുണ്ടായിട്ടും അധിക കാലമായിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് വിശക്കും. അപ്പം എനിക്ക് ഭക്ഷണം കഴിക്കാണ്ട് പറ്റില്ല എന്നുള്ള സ്ഥിതിയായിരുന്നു. അന്ന് ഭക്ഷണം എന്നിട്ട് കിട്ടിയില്ല. അപ്പം ഈ മനുഷ്യന് ഇത് കാണുന്നുണ്ടെന്നും ഇയാളിത് മനസ്സിലാക്കുന്നുണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പം ഞാൻ അയാളോട് പിന്നെയും പറയാണ് ഞങ്ങളുടെ സ്നേഹത്തിനെ പറ്റി. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എന്നോട് കളവ് പറയരുത്, സത്യം പറയണമെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല, പക്ഷെ കളവ് പറയരുത്. അതെനിക്ക് ഭയങ്കര അടിയായിരുന്നു. കാരണം ഞാൻ കഷ്ടപ്പെട്ടു കഥകൾ. ഞാൻ ഈ കളവ് ഞാൻ ലോകത്തിനോട് മുഴുവൻ പറഞ്ഞിരുന്നു. അതാണ് എൻ്റെ പ്രശ്നം. അതായത് എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു, ഞാനാണ് തമ്പി
വിജിത്തമ്പിയെ സെലക്ട് ചെയ്യുന്നതും കല്യാണം ആണെന്നുള്ള വിശ്വാസത്തിൽ കൂടെ താമസിക്കുന്നതും ഒക്കെ ഞാൻ എടുത്ത തീരുമാനമാണ്. ഞാൻ ആ തീരുമാനത്തിൽ 100% പരാജയപ്പെട്ടു എന്നുള്ള കാര്യം ആരെയും അറിയിക്കാതെ, എൻ്റെ വീട്ടിൽ പോലും ആരോടും പറയാതെ, എല്ലാവരുടെ മുമ്പിലും ഞങ്ങൾ തമ്മിലുള്ള അഭൗമമായ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നു ഞാൻ. എന്നോട് എൻ്റെ അമ്മ പോലും പറഞ്ഞിട്ടില്ല, നീ പറയുന്നത് കളവാണ് മോളെ, എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് എൻ്റെ അമ്മ പോലും പറഞ്ഞിട്ടില്ല. എൻ്റെ അനിയത്തിമാർ മനസ്സിലാക്കിയിരുന്നു, പക്ഷെ അവരും എന്നോട് പറഞ്ഞില്ല. യു ആർ ലൈയിങ് എന്ന് അവരും എന്നോട് പറഞ്ഞില്ല. എന്നോട് ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയുന്നത് കളവാണ് എന്നും നിങ്ങൾ എന്നോട് സത്യം പറയണമെന്ന് എനിക്ക് നിർബന്ധമില്ല എന്നും, ഞാൻ ആർക്കിടെക്റ്റാണ്, ഞാൻ ഒബ്സർവേഷൻ എന്ന് പറയുന്നതാണ് എൻ്റെ ജോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നും, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞപ്പോൾ ഞാൻ തകർന്ന് തരിപ്പണമായിപ്പോയി. ഞാൻ 2 ദിവസം സൈറ്റിലേക്ക് വന്നേ ഇല്ല. ഇയാളെ ഇനി എങ്ങനെ ഫേസ് ചെയ്യും? ഇയാള് ഞാൻ നുണ പറയുന്നവളാണെന്ന് ഇയാൾ എൻ്റെ മുഖത്തേക്ക് പറഞ്ഞില്ലേ, ഇനി ഞാൻ ഇയാളെ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഞാൻ 2-3 ദിവസം സൈറ്റിലേക്ക് വന്നത് തന്നെയില്ല. അത്രയ്ക്കായിരുന്നു എൻ്റെ ഷോക്ക്. എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഞെട്ടലാണ് അത് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ കളവ് പറയാമെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോൾ ആർക്കിടെക്റ്റ് എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, അന്ന് നിങ്ങൾക്ക് അടി കിട്ടി ഇയാളുടെ കയ്യിൽ നിന്ന്, പണിക്കാരന് അബദ്ധം പറ്റിയതാണ്. പക്ഷേ അത് കഴിഞ്ഞിപ്പോൾ ഇത്രയും ദിവസമായി. അന്ന് അടി കിട്ടിയ ദിവസം ഞാൻ വീട്ടിൽ പോയിട്ട് എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. എന്താ, നിങ്ങൾക്ക് വേദന എടുക്കുന്ന ആലോചിച്ചിട്ടല്ലേ, എന്നെ പോലീസ് പിടിക്കുമെന്നും പേടിച്ചിട്ട്. കാരണം ഈ സൈറ്റിൽ പണിക്കാരെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഉടമസ്ഥയാണ് അയാൾ അടിച്ചത്. അപ്പോ സാധാരണ നിലയിൽ ചോദിക്കില്ലേ, പിന്നെ അപ്പോ അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ അയാൾ പ്രതീക്ഷിച്ചു. അതെ, ആ ഒരു ചോദ്യം ചെയ്യൽ പോലും എവിടെ നിന്നും ഉണ്ടായില്ല. അതെന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ പോലും നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒരു അടുപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും പിന്നൊരു ദിവസം ആ കാര്യത്തിനെ കുറിച്ച് വിജിത്തമ്പി എന്നോട് സംസാരിക്കില്ലേ? ഉറപ്പായിട്ടും. അപ്പൊ സംസാരിച്ചതേ ഇല്ല. ഇപ്പൊ ഞാൻ തോറ്റു. പിന്നെ ഇനി ഞാൻ കളവ് പറയുന്ന കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അല്ലാത്ത ഒരാളെ ഞാൻ നേരിട്ട് കാണുകയാണ്. ആദർശം പറയുകയും അതുപോലെ തന്നെ ജീവിക്കണം എന്നുറപ്പ് പറയുകയും ചെയ്യുന്ന ഒരാളെ, അങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരാളെ, അതാണ് ആ മനുഷ്യനെ വിശ്വസിക്കാം എന്നുള്ളൊരു തോന്നലിലേക്ക് ഞാൻ എത്താൻ കാരണം. വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് എൻ്റെ കൊച്ചിനെയും ഒക്കത്തെടുത്ത് ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ, എനിക്ക് ഭാഷ അറിയാത്ത, എനിക്ക് യാതൊന്നും അറിയാത്ത ദില്ലി മഹാനഗരത്തിലേക്ക് പോയത്. ആ വിശ്വാസം കൊണ്ട് മാത്രമാണ് പോയത്. അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയും. ഈ തന്തവൽക്കരിക്കപ്പെട്ട ലോകത്തിൻ്റെ നിയമങ്ങളുണ്ടല്ലോ, അതായത് നമുക്കൊരു പുരുഷ സുഹൃത്ത് പാടില്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ ഭർത്താവിനോട് പറയാത്തൊരു കാര്യം അയാളോട് പറയാൻ പാടില്ല, ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ടല്ലോ. ആ നിയമങ്ങളെല്ലാം അന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞാൻ വേറൊരു പുരുഷനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോയത്. പക്ഷെ അപ്പോഴൊരു പാർട്ട്ണർ എന്നുള്ളതിലല്ല, അല്ല, അന്ന് അയാളെ അയാളെ എന്നെ സഹായിക്കും എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ അയാളുടെ കൂടെ പോകുന്നത്. അതെ അതെ. ജോലി അവിടെ എന്തെങ്കിലും ഒരു ജോലി ശരിയാകും. അന്ന് എനിക്ക് കേരള ഗവൺമെന്റിന്റെ ജോലി ഉണ്ട് ഇവിടെ. പക്ഷെ ഞാൻ പിജിയില് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ നാട്ടില് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട്, അതായത് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ട് ഞാനും എൻ്റെ കൊച്ചും കൂടി വേറൊരു സ്ഥലത്ത് താമസിക്കുക എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ
ഗവൺമെന്റ് ജോലി വിട്ടിട്ടാണ് അതെ, ഗവൺമെന്റ് ജോലി വിട്ടിട്ടാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത്. അതെ, ജീവിതത്തിൽ എടുത്ത ഏറ്റവും ശരിയായ ഒരു തീരുമാനം എന്ന് ചിന്തിച്ച് തോന്നിയിട്ടുണ്ടോ? അതോ? തീർച്ചയായിട്ടും ഞാൻ എടുത്ത ഒരു നല്ലൊരു തീരുമാനം ആയിരുന്നു അത്. വഴിത്തിരിവ് എന്നൊക്കെ പറയുന്ന പോലെ. അതെ, അതായത് ഈ ഒരു വളവ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ലൈഫ് മാറിപ്പോകും. ആ വളവ് അങ്ങോട്ട് നടക്കാനുള്ള ഒരു ധൈര്യം വേണം. ആ ധൈര്യം ഈ മനുഷ്യനെ വിശ്വസിക്കാം എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു പോയതാണ്. ഞാൻ വിശ്വസിച്ചാണ് പോയത്, സ്നേഹിച്ചു പോയതല്ല. അയാളുടെ കൂടെ താമസിക്കാമെന്നോ അയാളെ വിവാഹം കഴിക്കാമെന്നോ അയാളിൽ നിന്ന് മക്കൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ടാകുമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ച് ഞാൻ പോയതല്ല. ഞാൻ അയാളെ വിശ്വസിച്ചു, ഞാൻ പോയി. അതെ, ആണധികാര ലോകം പെണ്ണുങ്ങളോട് എപ്പോഴും പറയുന്നത് അച്ഛനെ, ഭർത്താവിനെ, സഹോദരനെ, മകനെ, അതല്ലാതെ വേറെ ആരെയും വിശ്വസിക്കരുതെന്നാണ്. പെറ്റമ്മയെ പോലും വിശ്വസിക്കാനാണ് അധികാര ലോകം സമ്മതിക്കില്ല പെണ്ണിനെ. അതുകൊണ്ടാണല്ലോ സ്വന്തം അമ്മയെ നോക്കണ്ട എന്ന് പെണ്ണിനോട് പറയുന്നത്. ഭർത്താവിൻ്റെ അമ്മയെ നോക്കിയാൽ മതി എന്നല്ലേ? അത് ഈ ഒരു കാര്യം കൊണ്ടാണ്. അപ്പം ആ നിയമങ്ങളെയാണ് ഞാൻ ലംഘിച്ചത്. ഞാൻ വേറൊരു പുരുഷനെ വിശ്വസിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആ വീട് പണിയാൻ ഏകദേശം ഒരു 3,00,000 രൂപ, 50,000 രൂപ എൻ്റെ അച്ഛൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്രയും രൂപ ചെലവാക്കി പണിത വീട് വിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഏത് കാലത്തായിരുന്നു ഈ കൺസ്ട്രക്ഷൻ? ഇത് കൺസ്ട്രക്ഷൻ നടന്നത് 89-ല്, 88-89. ഓക്കെ, അത് ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ തിരിച്ച് ഒരു വരവുണ്ടായിരുന്നില്ല ഡൽഹിയിൽ? പിന്നെ ഞാൻ തൃശ്ശൂർക്ക് പിന്നെ വന്നത്, പിന്നെ തീർച്ചയായിട്ടും അറിയാവുന്നതുപോലെ എൻ്റെ കൊച്ചിനെ പിടിച്ചുകൊണ്ട് വരികയും ഞാൻ പിന്നീട് ഫൈറ്റ് കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഒരു നീണ്ട കാലം ഞാൻ യുദ്ധം ചെയ്യുകയും ആ കാലം അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചറിഞ്ഞ അനുഭവങ്ങളൊക്കെ അതിക്രൂരവുമായിരുന്നു. ഐ റിമെമ്പർ റീഡിങ്. വേറിട്ട് മാത്രം കത്തിയമർന്ന ദിവസം. അത് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ള എൻ്റെ ഒരു നോവലാണ്, ആദ്യത്തെ നോവൽ. അതെ, അത് ഇതൊക്കെ എഴുതിയിട്ടുള്ളൊരു എഴുതിയത് ഇതെന്റെ രക്തമാണ്, ഇതെന്റെ മാംസമാണ് എടുത്തുകൊള്ളത്. അതിൽ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. മോളുടെ കല്യാണം വരെ അതിൽ ഉണ്ട്. മോൾ എവിടെ സെറ്റിൽഡ്? അവള് കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപികയാണ്. അപ്പോൾ അവളിപ്പോൾ കോഴിക്കോടാണുള്ളത്. ഇനിയിപ്പോൾ അടുത്ത ട്രാൻസ്ഫർ വരുന്നതനുസരിച്ച് മാറുമായിരിക്കും. അതെ, അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും ഐഡിയൽ സ്പേസുകളിൽ ജീവിക്കാൻ നമ്മൾ കുറേ കഷ്ടപ്പെടും. ഐഡിയൽ കോട്ട്സിൽ ഫിറ്റ് ചെയ്ത് ഇത് വർക്കാവില്ല, നടക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന് കഴിയുമ്പോഴാണ് ഈ പറഞ്ഞൊരു ടേൺ കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ ആ തീരുമാനം എടുക്കുന്ന മൊമെൻ്റ് തൊട്ടായിരിക്കും ചിലപ്പോൾ മനസ്സ് തേടി തുടങ്ങുന്നത് ഇവിടുന്ന് ഒരു യു ടേൺ വേണം, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വേണം. അവിടെ തന്നെ ആയിരിക്കും ചിലപ്പോൾ വിഷ്മു കണ്ണനെ കണ്ടുപിടിച്ചതും രക്ഷപ്പെട്ടതും. എനിക്ക് അങ്ങനെ ആ ഒരു വാക്ക് തന്നെയാണ് മനസ്സിലേക്ക് വരുന്നത്. അതൊരു വല്ലാത്ത രക്ഷപ്പെടൽ തന്നെയായിരുന്നു. ആ വിശ്വസിക്കാൻ തോന്നിയ ആ ഒരു നിമിഷവും വിശ്വസിച്ച് കൂടെ ജീവിച്ച് തുടങ്ങിയ ഒരു കാലവും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്, കുറേ മാറ്റങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ വിശ്വസിച്ചത് തെറ്റായിപ്പോയി എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ആ മനുഷ്യനെ വിശ്വസിച്ചത് തെറ്റായിപ്പോയി എന്ന് എനിക്ക് ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല. തല്ലുകൂടുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ പറയാം. അതായത് വഴക്കിടുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനല്ലാതെ വരുമോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ നീ ആയതുകൊണ്ടാണല്ലോ വന്നത് എന്ന് അന്ന് പറയാവുന്ന ഒരു കളിമട്ടിൽ അത് അവസാനിക്കുകയും ചെയ്യും. പക്ഷേ
ആ ഒരു വിശ്വാസം തെറ്റായിരുന്നു എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അല്ല, അത് എളുപ്പമല്ല. ഇത്രയും അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാള് കൂടെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ജോലി തന്നെയാണ്. അത് വലിയ ജോലിയാണ്. കാരണം നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ ട്രിഗറിലേക്കായിരിക്കും പോകുക. കാരണം അവർ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും അത്രയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യപ്പെടേണ്ട ആളുകളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ കുറ്റമല്ല, അവർ കടന്നു വന്നൊരു ജീവിതം അത് ബാഗേജ് ഉണ്ടല്ലോ. അപ്പോ എളുപ്പമല്ല അങ്ങനെ ഒരാളെ അത്രയും വർഷത്തോളം ചേർത്ത് പിടിക്കാനും. ഒരു ഹീലിംഗ് സ്പേസിൽ എനിക്ക് ഇത്രയും വർഷമായിട്ടും എച്ചുമ്പോ പറയുന്നുണ്ടല്ലോ, എനിക്ക് തെറ്റായി തോന്നിയില്ല എന്ന് പറയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് എളുപ്പം നല്ലോണം പ്രയത്നിക്കണം. നല്ലോണം പ്രയത്നിച്ചിട്ട് സ്നേഹത്തിന്റെ ഒരു സ്പേസിൽ നിന്ന് തന്നെ വരുന്നൊരു അതെ നല്ലോണം പ്രയത്നിച്ചിട്ട് പ്രയത്നം. ഇനിയിപ്പോ സ്നേഹമൊന്നുമല്ല, ഒരു കടമയായിട്ട് എടുത്ത് ചെയ്തതാണെങ്കിൽ പോലും അതൊരു എഫേർട്ട് കടമയാണ് എന്ന് എനിക്കോ എൻ്റെ മകൾക്കോ ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ സ്നേഹം കൊണ്ട് തന്നെയായിരിക്കും ഒരാള് എനിക്ക് മകളെ ചേർത്ത് പിടിച്ച് കരഞ്ഞ കണ്ണൻ എനിക്ക് ഇപ്പോഴും. അതെ അതെ അത് ഒരു അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സത്യത്തില് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രകൃതിയുടെ തുണ എന്നൊക്കെ പറയുന്നത് അതാണ്. എല്ലാം അച്ഛനോട് ഡിസ്കസ് ചെയ്യുന്ന ഒരു മോള് പ്രസവിക്കുന്ന സമയത്ത് അച്ഛൻ ലേബർ റൂമിൽ അച്ഛനെ കയറ്റാൻ പറ്റുമോ എന്ന് ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കുന്ന മോള്. അപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല, അമ്മയെ കയറ്റാം, അല്ലെങ്കിൽ ഭർത്താവിനെ കയറ്റാം. എന്നാൽ പിന്നെ അമ്മയെ കയറ്റാൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ അച്ഛൻ. അതെ, ഫസ്റ്റ് ഓപ്ഷൻ അവൾക്ക് അച്ഛനാണ്. അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് അവള് പ്രസവിച്ചോളാം. അങ്ങനെ പറയുന്ന ഒരു മകളെ യശ്മുവിന്റെ അടുത്ത് പാസ് ഓൺ ആയിട്ടുള്ള ട്രസ്റ്റ് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം. അല്ല, അതിപ്പോ ഞാൻ പാസ് ഓൺ ചെയ്യേണ്ടിയൊന്നും അവര് തമ്മിൽ അങ്ങനെ അവളോട് സംസാരിക്കുക, പിന്നെയും സംസാരിക്കുക, പിന്നെയും സംസാരിക്കുക, പിന്നെയും സംസാരിക്കുക. അത് തന്നെയായിരുന്നു ജീവിതത്തിൽ മുഴുവനും ചെയ്തു പോയിട്ടുള്ളത്. അവള് MA പഠിക്കാൻ ഹൈദരാബാദിലേക്ക് പോയപ്പോൾ, BEd പഠിക്കാൻ ഹൈദരാബാദിൽ ആയിരുന്നപ്പോൾ, ആദ്യം ജോലിയിൽ ഹൈദരാബാദിലായിരുന്നപ്പോൾ, പിന്നീട് പൂനെയിലേക്ക് വന്നപ്പോൾ ഒക്കെ തന്നെയും എല്ലാ ദിവസവും രാത്രി ഒരു 1.5 മണിക്കൂർ അച്ഛനും മോളും കൂടെ സംസാരിക്കും. ഒരാള് റോഡിലൂടെ പോകുമ്പോൾ അവളെ ഇങ്ങനെ നോക്കി, വേറൊരാൾ ഇതുമാതിരി നോക്കി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് എനിക്ക് തോന്നണേ അവർക്ക് ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിലും അവർക്ക് പരസ്പരം അറിയാം. 4 ദിവസം മിണ്ടിയില്ലെങ്കിലും അവർക്ക് പരസ്പരം അറിയാം. പക്ഷെ നിനക്കറിയാമോ, കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഞാൻ എല്ലാ ദിവസവും അവളോട് സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ കൂടെ. ആകെ സംസാരിക്കാതിരുന്നത് ഈ 5-6 കൊല്ലങ്ങളുടെ ഇടയിൽ 4 ദിവസമോ മറ്റോ ആണ്. അപ്പം അങ്ങനെയൊക്കെ പറയാൻ കഴിവുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു മകൾ അയാൾ അർഹിക്കുന്നു. അതൊക്കെ വെറുതെ. ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എൻ്റെ ഞാൻ ഉറപ്പിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നെയാണ്. അല്ല, അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന കുറെ സ്റ്റേറ്റ്മെന്റുകളാണ് ഇപ്പൊ യശ്മു പറഞ്ഞത്. കാരണം അതൊരു വളരെ എന്താ പറയണ, അത് ഒരിക്കലും ബ്ലഡൊന്നും വെള്ളത്തിനേക്കാൾ കട്ടി കൂടിയതല്ല. വെറുതെ പറയണതൊക്കെ, വെറുതെ ആലങ്കാരികമായിട്ട് പിന്നെന്താ ചുവന്ന നിറത്തിന് ഉള്ള മോഹിക്കലോ അങ്ങനെയൊക്കെ പറയുന്നത് മാത്രമാണ്. അതെ. അല്ല, നമ്മൾ ഇത്രയും കഥ പറഞ്ഞിട്ട് അവസാനം ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു നിറവുണ്ടല്ലോ, ആ ഒരു സന്തോഷം. അങ്ങോട്ട് എത്തിയല്ലോ ജീവിതം. യശ്മിനെ വായിച്ചു തുടങ്ങുമ്പോഴും നമ്മൾ ഈ ഒരു ആധിയിലാണ് വായിക്കുന്നത്. ആ ആധിയും വേദനയിലും കൂടിയിട്ടാണ്. കരയാതെ വായിക്കാൻ പറ്റില്ല. എൻ്റെ താളുകളൊക്കെ നനഞ്ഞി കുളിച്ചിരിക്കുകയാണ് ആ പുസ്തകങ്ങളൊക്കെ. പക്ഷെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് തോന്നണ, അതാണ് ഞാൻ പറഞ്ഞത്, കണ്ണൻ മോളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്, വായിച്ച് ഞാൻ കരഞ്ഞതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ആ നിറവാണ് ഇപ്പം സംസാരിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഉള്ളിലുള്ളൊരു
വെയിറ്റ് നമ്മളിങ്ങനെ പതിയെ അലിഞ്ഞലിഞ്ഞ് പോവാണല്ലോ. അപ്പൊ അത് ജീവിച്ച ഒരാളുടെ അടുത്ത് നിന്ന് നേരിട്ട് കേൾക്കുന്നതും വായിക്കുന്നതും ഭയങ്കര ഒരു അനുഭവം ആണ്. എഴുത്താണ് നമ്മൾ വിട്ടുപോയൊരു കാരണം. കാരണം നമ്മള് ഇതില് ആദ്യം വരേണ്ടത് ഇവിടെ എന്നാണ് എച്ച്മുവിന് വേണ്ടി എഴുതി തുടങ്ങി. എച്ച്മു എഴുതി തുടങ്ങിയതിന് പല ഘട്ടങ്ങളുണ്ടല്ലോ. എച്ച്മു വേറൊരാൾക്ക് വേണ്ടി എഴുതിയിരുന്നു അല്ലെ, ഗോസ്റ്റ് റൈറ്റർ ആയിരുന്നു. പക്ഷെ എച്ച്മു കുട്ടിക്ക് വേണ്ടി എഴുതി, അല്ലെങ്കിൽ അങ്ങനെ എച്ച്മുവിന്റെ വായനക്കാർ അങ്ങനെ ഒരു എഴുത്ത് തുടങ്ങിയത്. ഗോസ്റ്റ് റൈറ്റർ ആയിരുന്നില്ല ഞാൻ ഒരിക്കലും. അല്ല, ഒരിക്കലും അങ്ങനെ എഴുതിയിട്ടില്ല. വിജിതമ്പിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. എംഫിലിന് തീസിസ് ഉണ്ടാക്കുന്ന സമയത്തും അതിൻ്റെ പേപ്പറുകളിലും. പക്ഷെ അതിനൊക്കെ എനിക്ക് അതിൻ്റെതായ ഒരു മെച്ചമുണ്ടായത്. ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചു, എന്നിട്ട് നോട്ട് കുറിച്ചു, നോട്ടൊക്കെ എഴുതി കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അവതാരികകൾ എഴുതിയിട്ടുണ്ട്. വിജിതമ്പി അവതാരിക എഴുതണമെന്ന് പറഞ്ഞു വരുന്ന പുസ്തകങ്ങൾക്ക് ഞാൻ അവതാരിക എഴുതിയിട്ട്, പിന്നെ അവസാനം ചില വാക്കുകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ മാറ്റിയിട്ട് സ്വന്തം രൂപത്തിൽ സ്വന്തം പേരിൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഗോസ്റ്റ് റൈറ്റിംഗ് ഒന്നും അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ആയിട്ട് എഴുതി തുടങ്ങിയത് ഞാൻ ആദ്യം കേരളോർമ്മ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ എഴുതുമായിരുന്നു. ചില്ലറ കവിതകളും ചില്ലറ കഥകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ലേഖനങ്ങൾ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് ഗൃഹലക്ഷ്മിയിലൊക്കെ എൻ്റെ ലേഖനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ആളുടെ ഭാര്യയായിരിക്കുന്ന സമയത്ത് തന്നെയാണ്. അതെ, ആ സമയത്ത് അങ്ങനത്തെ ഒരു ഈഗോയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വായിച്ചു. അതിന് മാത്രമൊന്നും ഇല്ലല്ലോ. അതായത് ഒരു ലേഖനം, പ്രത്യേകിച്ച് എല്ലാവരും വിജിതമ്പിയുടെ പരിചയക്കാര്. അപ്പോൾ ഒരു ലേഖനം എൻ്റെ വന്നാലും ഇപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാ, ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ സംസാരിച്ചു, അപ്പോ അത് വന്നു, അങ്ങനെയാണല്ലോ. പിന്നെ അത് എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്നൊന്നും ഞാൻ തന്നെ അന്ന് വിചാരിക്കുന്നുമില്ല. ഞാൻ അങ്ങനെ ആലോചിക്കുന്നില്ല. എന്തെങ്കിലും എനിക്ക് എഴുതാനോ പറയാനോ ഒക്കെ സാധിക്കും എന്നൊന്നും ഞാൻ തന്നെ അന്ന് വിചാരിക്കുന്നുമില്ല. ഞാൻ കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചു, കുറേ കാര്യങ്ങൾ ഓർമ്മ വെച്ചു, കുറേ കാര്യങ്ങൾ മറന്നുപോയി. പിന്നെ ഈ നിത്യം ഉള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി അങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എഴുത്തിലേക്ക് വരുന്നത്, ഞാൻ ഡൽഹി ഉത്തരേന്ത്യൻ ജീവിതം മൊത്തമായിട്ട് അവസാനിപ്പിച്ച് 2008 കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോഴാണ്. എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേരളത്തിലേക്ക് വരാൻ. അങ്ങനെ പിന്നീട് വന്നു. ഇപ്പം ഇവിടെ താമസമായപ്പോഴാണ് കണ്ണൻ്റെ അനിയനാണ് ബ്ലോഗ് തുടങ്ങണം, ബ്ലോഗിൽ എഴുതണം എന്നൊക്കെ എന്നോട് പറഞ്ഞത്. അങ്ങനെ ബ്ലോഗ് കണ്ണൻ ഒരെണ്ണം ഉണ്ടാക്കി തന്നു. അതിൽ ഞാൻ എഴുതാൻ തുടങ്ങി. ആദ്യത്തെ പോസ്റ്റ് ഇട്ട് പിന്നെ ഞാൻ സമാധിയിലായി. കാരണം എയറിലല്ല, ഞാൻ സമാധിയിലായി. കാരണം ഇതാരെങ്കിലും വായിക്കുവോ, ഇനി വായിച്ചാൽ തന്നെ ചേച്ചിക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന് ചോദിക്കുവോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് നോക്കിയേ ഇല്ല. പിന്നെ ആ വഴിക്ക് പോയില്ല എന്നാണ്. 2008 എഴുതി തുടങ്ങിയെങ്കിലും സീരിയസ് ആയിട്ട് അതിൽ എഴുതാൻ ഒരു തോന്നല് വന്നതും എഴുതി തുടങ്ങിയത് 2009 അങ്ങനെ കുറേ സാധനങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്തു. ആരെങ്കിലും നോക്കണ്ടോ, വായിക്കുന്നുണ്ടോ, ആരും കാണുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ അക്കൊല്ലം ഓണത്തിൻ്റെ സമയത്ത് കുറേ ഈ എന്താ പറയുക, ഓൺലൈൻ മാഗസീനുകളിൽ നിന്ന് എന്നോട് കഥ വേണം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് വന്നു. അപ്പോഴാണ് എനിക്ക് വായനക്കാരുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ എൻ്റെ എഴുത്ത് കുറെ കൂടി ഗൗരവമുള്ളതായി, ഞാൻ അതിനെ ഗൗരവമുള്ളതായിട്ട് കാണുകയും എന്നെ വായിക്കാൻ ആളുണ്ട് എന്നുള്ളൊരു മനസ്സിലാക്കലിലേക്ക് ഞാൻ മാറുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ പലയിടത്തും കഥകളൊക്കെ അങ്ങനെ എഴുതി. പിന്നെ വളരെ വളരെ പെട്ടെന്ന് എൻ്റെ ബ്ലോഗ് ശ്രദ്ധിക്കപ്പെടുകയും ഒരുപാട് പേര് ഇപ്പൊ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാല് 100-100 കമന്റ് ഒക്കെ ഉടനെ വരാൻ തുടങ്ങി. അങ്ങനെ ആൾക്കാർ കാത്തിരിക്കാൻ തുടങ്ങി, ആളുകൾ കാത്തിരിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ എപ്പിസോഡ് പോലെ തന്നെയാണ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഒറ്റ പാർട്ട് 1 പാർട്ട് 2. അപ്പൊ നമ്മൾ ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് അടുത്തിന് നമ്മൾ വെയിറ്റ് ചെയ്യും. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്.
ഫേസ്ബുക്കിൽ എഴുതാൻ തുടങ്ങിയത് 14-15 ഞാൻ വായിച്ചത്. 12-13 ഫേസ്ബുക്കിൽ എഴുത്ത് തുടങ്ങിയത്. ആത്മകഥ ഫേസ്ബുക്കിൽ എഴുതുന്നത് 2019 18-19 ആത്മകഥ എഴുതുന്നത്. 2018 ഒടുവിലാണ് എഴുതി തുടങ്ങിയത്. 19 പുസ്തകം വന്നു. ഫേസ്ബുക്കിൽ ഇതൊക്കെ ഡയറക്റ്റ് ഭയങ്കര റിയാക്ഷൻസ് കിട്ടുന്ന ഇടങ്ങളാണല്ലോ, പുസ്തകം പോലെ അല്ലല്ലോ. അല്ലല്ല, ഞാനൊരു സോഷ്യൽ മീഡിയ എഴുത്തുകാരിയാണ് എന്ന് പറയാൻ എനിക്ക് ഭയങ്കര അഭിമാനമേ ഉള്ളൂ. അതിന് കാരണം ഞാൻ കൃത്യമായിട്ട് പറയാം. ഞാൻ ആത്മകഥ എഴുതുന്നത് വരെ മാധ്യമത്തിലും മാതൃഭൂമിയിലും ഒക്കെ തന്നെ, മാതൃഭൂമി, സമകാലിക മലയാളം വാരിക, നമ്മുടെ എല്ലാ അച്ചടി മാധ്യമങ്ങളിലും എൻ്റെ കഥകളും ലേഖനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. കഥകൾ, ലേഖനം, യാത്രാ വിവരണം, അങ്ങനെയൊക്കെ പലതും എല്ലായിടത്തും വന്നിട്ടുണ്ട്. ആത്മകഥ എഴുതിയതോടു കൂടി, അതായത് ആത്മകഥ ഫേസ്ബുക്കിൽ എഴുതുകയും അത് DC ബുക്സ് വളരെ പെട്ടെന്ന് പുസ്തകമാക്കി കൊണ്ടുവരികയും ചെയ്തതോടുകൂടി മലയാളത്തിലെ സകല അച്ചടി മാധ്യമങ്ങളിലും എനിക്ക് ഒരു അപ്രഖ്യാപിത വിലക്ക് വന്നു. എന്നെ ഒരുപാട് പേര് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂകൾ ഒരു മാസികയും ഒരിക്കലും പ്രസിദ്ധീകരിച്ചില്ല. പേരുകൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പേരുകൾ, ഇപ്പോൾ അയ്യപ്പൻ്റെ കാര്യം പറഞ്ഞ പോലെ, D. വിനയചന്ദ്രൻ്റെ കാര്യം പറഞ്ഞതുപോലെ, സാറാ ജോസഫിൻ്റെ കാപട്യങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ, അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് അച്ചടിയിൽ കൊണ്ടുവരാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ ഒരു മാസികയും ഏറ്റവും അവസാനം, അതായത് നമ്മുടെ DC-യുടെ തന്നെ പച്ചക്കുതിരയിൽ ഒരു ലേഖനേ വന്നിട്ടുള്ളൂ. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് പ്രസാധകൻ മാസികയിൽ ഞാൻ കുറേ കാലം കോളം എഴുതിയിരുന്നു. പക്ഷേ പ്രസാധകൻ മാസികയും എന്നെ ഇൻ്റർവ്യൂ ചെയ്യൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എഴുതുന്ന കോളം അതിൽ കുറേ കാലം പ്രസിദ്ധീകരിച്ചിരുന്നു. കഥകളും പ്രസിദ്ധീകരിക്കാറുണ്ട്. അച്ചടി മാധ്യമങ്ങൾ ആ രീതിയിൽ ഈ ഇൻ്റർവ്യൂ ചെയ്ത എല്ലാ മനുഷ്യരോടും അവർ പറഞ്ഞു എച്ചുമുക്കുട്ടിയുടെ ഒന്നും ഇടാൻ പറ്റില്ല എന്ന്. ഇൻ്റർവ്യൂ ചെയ്ത് കൊണ്ടുപോയവർക്കൊക്കെ ഭയങ്കര നിരാശയും വിഷമവും ഒക്കെ ആയിരുന്നു. എവിടെയും ഇടാൻ പറ്റില്ല. അപ്പോൾ വേണ്ട, അങ്ങനെ ഇപ്പോൾ ഇടുന്നില്ലെങ്കിലൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ സോഷ്യൽ മീഡിയ എഴുത്തുകാരിയാണ് എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതായത് ടെക്നോളജിയാണ് എപ്പോഴും സ്ത്രീ ജീവിതത്തിനെ സഹായിച്ചിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലെ ഒരു പ്രധാന സഹായമാണ് ഈ സോഷ്യൽ മീഡിയയുടെ ആവിർഭാവം. കാരണം എഴുതാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് അത് സത്യമായിട്ടും എൻ്റെ ഒരു സ്പേസ് ഉണ്ടായത് കൊണ്ടാണ്. അതിൻ്റെ കാരണം കൂടി ഞാൻ പറയാം. നമ്മുടെ ഫേസ്ബുക്കിൽ ഞാൻ കുറേ ഗ്രൂപ്പുകളിൽ മെമ്പറായിരുന്നു. ഈ ആത്മകഥ എഴുതുന്നത് വരെ ഞാൻ മറ്റു കഥകൾ, നമ്മുടെ വേറിട്ട് മാത്രം കത്തിയാമരുന്ന ചില ശരീരങ്ങൾ, ട്രാൻസ്ജെൻഡേഴ്സ് പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള മലയാളത്തിലെ ആദ്യത്തെ നോവലാണത്. അത് ഒക്കെയാണ് ഞാൻ എഴുതിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഞാൻ ക്ഷണിക്കപ്പെട്ട മെമ്പർ ആയിട്ട് ഞാൻ ഉണ്ടായിരുന്നു. ആത്മകഥ എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പുകളിലും അത് പോസ്റ്റ് ചെയ്യുമായിരുന്നു. വളരെ പെട്ടെന്ന് ഈ ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം എന്നെ പുറത്താക്കി. ഇപ്പോൾ ഞാൻ ഒരു ഗ്രൂപ്പിൽ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. ആ പുറത്താക്കപ്പെടലിന് ശേഷം ഞാൻ ഒരു ഗ്രൂപ്പിൽ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ഇടം ആണല്ലോ ഫേസ്ബുക്കിലുള്ള എൻ്റെ ഇടം, അവിടെ മാത്രമേ എഴുതാറുള്ളൂ. വേണമെങ്കിൽ ആർക്കെങ്കിലും അത് എടുത്ത് ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ ഞാൻ വേറെ എവിടെയും പോയി ഒന്നും എഴുതാറില്ല. അതുപോലെ എന്നോട് ചോദിച്ചാൽ മാത്രമേ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിന് ഞാൻ അയക്കുള്ളൂ. അല്ലാതെ ഞാൻ അയച്ച് കാത്തിരിക്കുന്ന പരിപാടിയും ഞാൻ നിർത്തി. അതെന്താന്ന് വെച്ചാൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് അവിടെ ഇടാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ അയച്ചിട്ട് എന്തിനാണ്? അപ്പം ഞാൻ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ എഴുത്തുകാരിയായിട്ട് തന്നെ
ഇരിക്കുകയും അങ്ങനെ തന്നെ മരിച്ചു പോവുകയും ചെയ്യും എന്നാണ് ഇത്രയും ഞാൻ പുസ്തകങ്ങൾ വിചാരിക്കുന്നത്. ഇറങ്ങിയിട്ട് സോഷ്യൽ അല്ല അതൊരു പ്ലസ് ആണ്. ഞാൻ പറഞ്ഞ അത്രയും റീച്ച് എന്നുള്ളൊരു സാധനം ഇത്ര ആൾക്കാർക്ക് ഡയറക്റ്റ് പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള വേറൊരു വലിയ ഗുണം, എനിക്ക് ലോകം മുഴുവൻ വായനക്കാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതൊരു വലിയ ഗുണമാണ്. അല്ല, വായനക്കാര് പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്തുന്നത് ഭയങ്കര കുറവായിരിക്കുമല്ലോ. സോഷ്യൽ മീഡിയ ആകുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി റീച്ച് ആവും, നേരെ നമുക്കൊരു മെസ്സേജ് അയക്കാം. അപ്പൊ അതൊരു ഭയങ്കര ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലേക്ക് നമുക്ക് തിരിച്ചു തരണം. കാരണം ഈ എന്റെ ഇടം ഉപയോഗിച്ചവിടുന്ന് നമുക്ക് പിന്നെയും കുറെ കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ നിൽക്കുന്ന ഒരു സ്പേസിൽ നമുക്ക് അങ്ങോട്ടും കൂടി കയറിയാലോ.